അവസാനം ജനങ്ങൾക്ക് ഗത്യന്തരമില്ലാതായിട്ട് മാറി. ജനങ്ങൾ, ഭൂമിവാസികളും ആകാശവാസികളും സ്വർഗവാസികളും, അവസാനം അദ്ദേഹത്തിന്റെ തന്നെ ആൾക്കാരായിരുന്ന പാതാളവാസികൾ പോലും ഇദ്ദേഹത്തിന്റെ ഈ കരുണ ഇല്ലാത്ത പ്രവൃത്തിയിൽ, തൻപോരുമയിൽ, സ്വാർത്ഥതയിൽ പരിഭ്രാന്തരായി. എന്ത് ചെയ്യാൻ പറ്റും? രാജാവിനെതിരായിട്ട് വല്ലതും പ്രവർത്തിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? തല പോകില്ലേ? അതുകൊണ്ട് അവര് സാക്ഷാൽ പരമശിവന്റെ അടുത്ത്, ആദ്യം വിഷ്ണുദേവന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ടല്ല പറ്റുന്നത്, പരമശിവന്റെ അടുത്ത് പോയി നോക്ക്. സാക്ഷാൽ പരമശിവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ സർവേശ്വര, ഞങ്ങൾക്ക് ഗത്യന്തരമില്ല. സ്വാർത്ഥമോഹിയായ ഈ ഭരണകൂട ഭീകരത ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ സർവേശ്വര എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കാളം തീ എരിന്ത കണ്ണിൽ കാലകാലൻ കാളിയെ സൃഷ്ടിച്ചു. തന്റെ മൂന്നാം കണ്ണിൽ നിന്ന് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞാചക്രം, അത് മൂന്നാം കണ്ണാണ്. അതിൽ നിന്നൊരു സൃഷ്ടി ചെയ്തു. ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചെടുത്തു മൂന്നാം കണ്ണിൽ നിന്ന്. അവള് പേരിട്ടു കാളി. കാളി കാളുന്നവളാണ്, എരിയുന്നവളാണ്. അത് പ്രകാശമാണ്. അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ഒരേ ഒരു ലക്ഷ്യം ദാരികാസുരനെ വധിക്കുക എന്നുള്ളതാണ്. അവന് ഉരകങ്ങളാൽ, ഹിംസ്ര മൃഗങ്ങളാൽ, മനുഷ്യനാൽ, ദേവന്മാരാൽ, പാതാളവാസികളാൽ ആരുമായിട്ടും അവന് യാതൊരു വിധമായിട്ടുള്ള മരണവും സംഭവിക്കില്ല എന്ന് അവൻ നേരത്തെ വരം വാങ്ങിച്ചിരുന്നു സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്ന്. അന്ന് ബ്രഹ്മദേവൻ ചോദിച്ചു, നീ ഒരു വരം മാത്രം വാങ്ങിച്ചിട്ടില്ല, പെൺപിള്ളേര് നിന്നെ കൊന്നാലോ? അങ്ങനെ സംഭവിക്കില്ല, കാരണം അത് നിയമമല്ല. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളല്ല എന്നെ കൊന്നോട്ട്, എനിക്ക് പ്രശ്നമല്ല, അവരബലകളാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം കണ്ണിൽ നിന്നും ഭഗവാൻ ഈ കാളിയെ, പെൺകുട്ടിയെ സൃഷ്ടിച്ചത്. അച്ഛനോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? നീ പോയി അവനെ കൊന്നേക്ക് എന്ന് പറഞ്ഞു. ആയുധങ്ങളൊക്കെ വാങ്ങി ദാരികാസുരനെ വധിക്കാൻ പോയി. 1-2 ദിവസം കൊണ്ട് കൊല്ലാൻ പറ്റുമോ? അമ്മയാണെങ്കിലും അപാരമായ കായിക ബലമുള്ള ദാരികാസുരനെ മാസങ്ങളോളം യുദ്ധം ചെയ്ത് അമ്മ അവസാനം കൊന്നു. കാരണം എന്താ? ഒരു തുള്ളി ചോരയെങ്കിലും ഭൂമിയിൽ വീണാൽ 1000 ദാരികന്മാരെ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് വേതാളത്തിന്റെ മുകളിലേറി ഒരു തുള്ളി ചോര പോലും വെളിയിൽ വരാത്ത രീതിയിൽ ദാരികാസുരനെ നിഗ്രഹിച്ചു. നിഗ്രഹാനന്തരം അമ്മ കോപാക്രാന്തയായി മാറുകയാണ്. പ്രപഞ്ചം മുഴുവൻ, പഞ്ചഭൂതങ്ങളും അവര് കയ്യിലേന്തിക്കൊണ്ടാണ് ദാരികാസുരനെ, അഗ്നിയാണെങ്കിലും വായുവാണെങ്കിലും ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും ജലമാണെങ്കിലും, ഇതിനെ എല്ലാം തന്റെ കയ്യിൽ ഏന്തിക്കൊണ്ടാണ് ദാരികാസുരനെ നിഗ്രഹിച്ച. അത്ര ശക്തനാണ് അവൻ. അവസാനം കൊന്നു കഴിഞ്ഞപ്പോൾ അമ്മ കോപാക്രാന്തിയായി മാറി. ഭൂലോകം മുഴുവൻ, പ്രകൃതി അത് അങ്ങ് ആകാശം മുട്ടുന്ന തലയും ഭൂമിയിൽ കാലും ഒക്കെ ആയിട്ട് വലിയ കാതിൽ ആനയുമുണ്ട് കേസരിയും. തന്റെ ഒരു കാതിലെ, വലത്ത് കാതിലെ ആ കമ്മൽ ഒരാനയാണ്, ഇടത് കാതിൽ സിംഹമാണ്. അപ്പോൾ ആ സിംഹത്തിനെയും ആനയെയും വഹിക്കുന്ന മുഖത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മുഖത്തിന്റെ വലിപ്പം എത്രയാണോ അത്രമാത്രം ശരീരത്തിന്റെ സൗഷ്ഠവം ആലോചിച്ച് നോക്കിയ അവസാനം അങ്ങ് ഭൂലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയായിട്ട് പരിണമിക്കുകയാണ് അമ്മ. ആ അമ്മയെ സാന്ത്വനചിത്തയാക്കുന്നതിന് വേണ്ടി ശിവനും ശിവഭൂതഗണങ്ങളും കൂടി ആലോചിച്ചു. ശിവനും അച്ഛനും ഒന്ന് ഞെട്ടി, എന്ത് ചെയ്യും? ഇവരെ സൃഷ്ടിച്ചത് തന്നെ ദാരികാസുരനെ വധിക്കാനായിട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട. ഇവളെ സൃഷ്ടിച്ചത് തന്നെ ദാരികാസുരൻ എന്ന് പറയുന്ന മഹാഘോര അസുരനെ നിഗ്രഹിക്കാനാണെങ്കിൽ ഇപ്പോൾ ദാ ഇവർ, ഈ അമ്മ, എന്റെ മകൾ, പ്രപഞ്ചം മുഴുവൻ ഇല്ലാതാക്കത്തക്ക രീതിയിൽ കോപാക്രാന്തയായി അംഗക്കലിയേറി നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ശിവഭൂതഗണങ്ങളും ഒക്കെ കൂടി ആലോചിച്ചതിന് ശേഷം അമ്മയുടെ മുമ്പിൽ വേഷപ്രച്ഛന്നരായിട്ട് പ്രത്യേക പാട്ടുകളും നൃത്തങ്ങളും ഒക്കെ ആയിട്ട് അമ്മയുടെ മുമ്പിൽ തുള്ളുകയും ചാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉഗ്ര സ്വരൂപിണിയായ അമ്മ സാന്ത്വന ചിത്തയായി പരിണമിച്ചു എന്നാണ് പറയുന്നത്. സർവം സഹയായ അമ്മ,
സംഹാരമൂർത്തിയായി മാറിയപ്പോൾ ആ സംഹാരമൂർത്തിയെ സർവം സഹയാക്കി മാറ്റിയ ആ ഐതിഹാസികമായ ഒരു കഥയുണ്ട്. ആ കഥയുടെ പുനരാവിഷ്കാരമാണ് പടയണി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ, പഴയ കൊല്ലം, അവിടെ ഭദ്രകാളി കാവുകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായിട്ട് പിന്നീട് അത് പരിണമിച്ചു. തെക്കൻ ജില്ലകളിലെ ഏറ്റവും മനോഹരമായ 1, 2, 3 ദിവസം പറഞ്ഞാൽ തീരാത്ത ആദ്യ പ്രബുദ്ധമായ ഒരു ഇതിഹാസ നാടകം, എപ്പിക് ഡ്രാമ, ഒരു ഇതിഹാസ നാടകമായിട്ട് ഈ കലാരൂപം പരിണമിച്ചു. ഞങ്ങൾ തുടങ്ങട്ടെ. ആദ്യം പുലവൃത്തം. പുലം പാടമാണ്. പുലം പാടമാണ്. പാടത്തിൽ ആടി നിൽക്കുന്നത് എന്താണ്? അത് അന്നമാണ്. വടക്കേ ഇന്ത്യയിൽ ഗോതമ്പായിരിക്കും, പക്ഷെ നമ്മുടെ നാട്ടിൽ അത് നെല്ലാണ്. ഈ പാടത്തിൽ ആടി നിൽക്കുന്ന അന്നം അത് ബ്രഹ്മമാണ്. അന്നം ബ്രഹ്മം എന്ന് ചിന്തിച്ച ഒരു സമൂഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്ത് അന്നത്തെ ബ്രഹ്മമായിട്ട്, അമ്മയായിട്ട് കരുതിയിരുന്ന ഒരു കാലത്തിലോട്ടുള്ള തിരിച്ചുപോക്കാണ്. സർവമാന പൊലിയും പൊലിച്ചു തരുന്നത് അമ്മയാണ്. ആ പൊലിയുടെ കാരണക്കാരി അമ്മയാണ്. ആ പൊലിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അമ്മയ്ക്ക് വേണ്ടി എല്ലാ പൊലികളും എല്ലാ അവകാശങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് ഈ അമ്മയാണ്. അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സർവ സൃഷ്ടികളും അമ്മയാണ്. സർവപ്രകാശവും അമ്മയാണ്. ഒരു വിളക്ക് വെച്ചാൽ മതിയോ? പോരാ. നമുക്ക് പറ്റുന്നത് അമ്മയുടെ അവദാനത്തെ പാടി പുകഴ്ത്തി അമ്മയുടെ മുമ്പിൽ നൃത്തം ചെയ്യുക. മുമ്പേ കണ്ട നൃത്തങ്ങളെല്ലാം അങ്ങനെയുള്ള നൃത്തങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മൾ ആവിഷ്കരിച്ച് കാണിക്കുകയാണ്. തുടങ്ങട്ടെ പുലവൃത്തം, പൊലി നൃത്തം അഥവാ പുരാവൃത്തം.